പ്രിയ സുഹൃത്തെ, ചിട്ടി ഒരു മികച്ച നിക്ഷേപ മാർഗമാണോ എന്ന് ചോദിച്ചാൽ ചിട്ടി ഒരിക്കലും മികച്ച നിക്ഷേപ മാർഗമല്ല. എന്നാൽ ലോണിന് അഗേൻസ്റ്റ് ചിട്ടി വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. 0% ഇൻട്രസ്റ്റിൽ വളരെ അഡ്വാൻസ് ആയിട്ട് തുക കണ്ടെത്തുന്നതിന് ചിട്ടി നമ്മളെ സഹായിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം 2020 എൻ്റെ വീട് പണിയുന്ന സമയം മുതൽ വളരെ എഫക്റ്റീവായിട്ട് ഞാൻ ചിട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, കാരണം ഈ ഒരു 5 വർഷത്തിനിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ചിട്ടിയെങ്കിലും ഞാൻ ചേരുകയും അതിൽ നിന്ന് തുക ഞാൻ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പ്രാക്ടിക്കലി ചിട്ടി നമുക്ക് എങ്ങനെ ലാഭകരമായിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് 2035 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു മിഷനുമായിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ഞങ്ങളുടേത്. അപ്പോൾ ഈ ഒരു മിഷന്റെ ഭാഗമാകുവാൻ, അതിന് വില കൊടുക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. എങ്ങനെ ചിട്ടി വളരെ എഫക്റ്റീവായിട്ട് ലാഭകരമായിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് 25,000 രൂപ പ്രതിമാസം അടവ് വരുന്ന ഒരു 40 മാസത്തെ ചിട്ടി, അതായത് ഒരു 10 ലക്ഷം രൂപയുടെ ചിട്ടി ഒരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് നമുക്ക് കണക്കുകളെല്ലാം നോക്കാം. സാധാരണ രീതിയിൽ ഇപ്പോൾ KSFE പോലെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 30% ആണ്. അതായത് ഈ ചിട്ടി തുടക്കത്തിൽ തന്നെ നറുക്കിൽ കിട്ടുകയോ വിളിച്ചെടുക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ കിട്ടുന്നത് 7 ലക്ഷം രൂപയായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഇനി സപ്പോസ് ഇപ്പോൾ താങ്കൾ ഈ ഒരു ചിട്ടി കണ്ടിന്യൂ ചെയ്തു, ഏറ്റവും അവസാനം അതായത് 40ാമത്തെ വ്യക്തിയായിട്ടാണ് താങ്കൾ ഈ തുക തിരിച്ചു വാങ്ങുന്നതെങ്കിൽ താങ്കൾക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവിടെ ഒരു 50,000 രൂപ കുറവുണ്ട്. കാരണം അത് KSFEയുടെ കമ്മീഷനാണ്. ഒരു 5% ആണ് സാധാരണ രീതിയിൽ KSFEയുടെ കമ്മീഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ കിഴിച്ചതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ GST കൂടി, ഈ 50,000ത്തിൻ്റെ GST കൂടി വരും. പക്ഷേ ഞാനത് ഇവിടെ കുറച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് മാക്സിമം, അതായത് 7 ലക്ഷത്തിനും 9.5 ലക്ഷത്തിനും ഇടക്കുള്ള തുകയാണ് ഈ 40 പേർക്കും കിട്ടാൻ പോകുന്ന ഒരു തുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നോർമൽ ഇപ്പോൾ എൻ്റെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്, അതായത് 2020 മുതൽ ഞാൻ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ചിട്ടിയെങ്കിലും ഞാൻ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ 10 ചിട്ടിയുടെ ഒരു ആവറേജ് കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 40 മാസത്തെ ഒരു ചിട്ടിയിൽ, അതായത് ഒരു 10 ലക്ഷം രൂപ ചിട്ടിയിൽ നമുക്ക് ഏകദേശം ഒരു ആവറേജ് നമുക്ക് തിരിച്ചടക്കേണ്ടി വരുന്ന അടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8,70,50,000 തുടങ്ങിയ ഒരു 9 ലക്ഷം രൂപ ഓൺ ആൻ ആവറേജ് ഏകദേശം എന്നെ സംബന്ധിച്ച് എൻ്റെ കണക്ക് നോക്കിയ സമയത്ത് ഏകദേശം ഇതിനടക്കുള്ള ഒരു തുകയാണ് നമ്മൾ മൊത്തം തിരിച്ചടക്കേണ്ടി വരുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, നമുക്കിവിടെ റൗണ്ടഡ് ഫിഗർ ആയിട്ട് നമുക്ക് ഒരു 9 ലക്ഷം രൂപ തന്നെ നമുക്ക്, അതായത് 9 ലക്ഷം രൂപ നമ്മൾ തിരിച്ചടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 9 ലക്ഷം രൂപ തിരിച്ചടക്കുന്നുണ്ട് എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തുടക്കത്തിൽ ഈ 7 ലക്ഷം രൂപ വിളിച്ചെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ 9 - 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ലോസാണ്. അതായത് തുടക്കത്തിൽ തന്നെ ഈ ഒരു ചിട്ടി വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപ അദ്ദേഹം അടക്കേണ്ടി വരുന്ന തുകയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 ലക്ഷം രൂപ കുറവാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇനി ഏറ്റവും അവസാനം മേടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മാക്സിമം കിട്ടാൻ പോകുന്നത് 9.5 ലക്ഷം രൂപയാണ്. ഇവിടെ അടക്കുന്ന തുക 9 ലക്ഷം രൂപയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ്. ഇപ്പോൾ ഒരു ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ബാങ്കിലെ SBI അക്കൗണ്ടിന് പോലും ഇതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ ഇപ്പോൾ താങ്കളിപ്പോൾ ഏറ്റവും അവസാനം ഈ ചിട്ടിയൊക്കെ വിളിച്ചെടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ലോസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇത്ര നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം ഒരു 12 മാസത്തിനും ഒരു 18 മാസത്തിനിടക്ക്, ഒരു 12-18 മാസത്തിനിടക്ക് നമുക്ക് ഏകദേശം ഒരു 8.5 to 9 lakh റുപ്പീസിന് നമുക്ക് ഈ ചിട്ടി നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റും. ഒരു 8 തുടങ്ങി 9 ലക്ഷം രൂപ നമുക്ക് ഈ ചിട്ടി ഏകദേശം ഒരു 12 മാസത്തിനും 18 മാസത്തിനിടക്ക് വിളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 9 ലക്ഷം രൂപയാണ് നമുക്ക് മൊത്തം അടക്കേണ്ടി വരുന്നത്. ഇപ്പോൾ സപ്പോസ് താങ്കൾക്ക് ഇപ്പോൾ 18ാമത്തെ മാസം ഈ 9 ലക്ഷം രൂപ താങ്കൾ വിളിച്ചെടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ 9 ലക്ഷം രൂപ അടക്കുന്നു, താങ്കൾക്ക് 9 ലക്ഷം രൂപ തിരിച്ചിട്ടി. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0% ഇൻട്രസ്റ്റ്, അതായത് താങ്കളെ സംബന്ധിച്ച് എക്സ്ട്രാ അടക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് 9 ലക്ഷം രൂപ തിരിച്ചിട്ടി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 18ാമത്തെ ദിവസം 40 - 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 മാസം മുമ്പ്
താങ്കൾക്ക് ഈ തുക കിട്ടി, ഈ 9 ലക്ഷം രൂപ കിട്ടി. അതായത് ഏകദേശം 2 വർഷം മുമ്പ് താങ്കളെ സംബന്ധിച്ച് ഈ തുക താങ്കൾക്ക് കിട്ടി. ഈ 9 ലക്ഷം രൂപ ഈവൻ നമുക്കൊരു 7% റിട്ടേൺ കിട്ടുന്ന ഒരു ഇതിൽ 2 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 1.35 ലാക്ക്, ഒരു 1,35,000 രൂപ താങ്കൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനം വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കിട്ടാൻ പോകുന്നത് 50,000 രൂപയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 2 വർഷം മുമ്പ് നമ്മൾ വിളിച്ചെടുത്തിട്ട് ആ എമൗണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 50,000 പകരം നമുക്ക് 1,35,000 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി സപ്പോസ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു തുക ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു, നമുക്ക് ഒരു 12% റിട്ടേൺ കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 2.4 ലാക്കോളം വരും, 2,40,000 രൂപ വരും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു 40 മാസത്തേക്ക് ചിട്ടിയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരീഡിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 0% ഇൻട്രസ്റ്റിൽ, ഇവിടെ കണ്ടില്ലേ 0% ഇൻട്രസ്റ്റിൽ 22 അല്ലെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ഈ തുക നമുക്ക് വിളിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ ചിട്ടിയൊന്നും ചേരാറില്ല. ഞാൻ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളത് മുടക്ക ചിട്ടിയിലേ ഞാൻ ചേരാറുള്ളൂ. എന്താണ് മുടക്ക ചിട്ടി? അതായത് ഏതെങ്കിലും ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു, അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാത്ത അങ്ങനത്തെ ചിട്ടി ഇവരെ സംബന്ധിച്ച് അവർക്ക് അടച്ച തുകയെങ്കിലും തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ കാലാവധി കഴിയണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ചിട്ടി ആരെങ്കിലും ഏറ്റെടുക്കണം, എന്നാൽ മാത്രമേ ഇവർക്ക് ഈ തുക തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചിട്ടികളെയാണ് മുടക്ക ചിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മാസം കഴിഞ്ഞ ഏതെങ്കിലും ഒരു മുടക്ക ചിട്ടി ഇല്ലേ ഞാൻ ചേരാറുള്ളൂ. അപ്പോൾ 12 അല്ലെങ്കിൽ 13 മാസം ചിട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അത്ര നാൾ ഈ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എത്ര തുക അടക്കണമായിരുന്നോ ആ തുക നമ്മൾ ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും. ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ 3-3.25 ലക്ഷം രൂപയൊക്കെ ഓൺ ആൻ ആവറേജ് നമുക്ക് അടയ്ക്കേണ്ടി വരും. ഈ 3 ലക്ഷം രൂപ നമ്മൾ ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ ആ മാസം തന്നെ നമുക്ക് വിളിച്ചെടുക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ 3 ലക്ഷം രൂപ ഇത് ചെയ്തിട്ട് താങ്കൾക്ക് 9 ലക്ഷം രൂപ വിളിച്ചെടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഏകദേശം 6 ലക്ഷം രൂപ എക്സ്ട്രാ താങ്കളുടെ കയ്യിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് നമ്മൾ ഇപ്പോൾ ഈ മാസം അടച്ചിട്ട് ഈ മാസം തന്നെ നമുക്ക് ആ ചിട്ടി വിളിച്ചെടുക്കാൻ സാധിക്കും. ഇത് പക്ഷേ ഒറ്റ കണ്ടീഷൻ, നമ്മുടെ കയ്യിൽ ഫസ്റ്റ് നമുക്ക് അടക്കാനുള്ള ഒരു 3-4 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പ്രാക്ടിക്കലി, അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് കുറച്ച് എമൗണ്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡ് താങ്കൾക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ നേരത്തെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു 2035 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ മിഷൻ 2035. അപ്പോൾ ഈ ഒരു മിഷൻ്റെ ഒരു ഭാഗമാവാൻ, അതിന് വില കൊടുക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.